ഇപ്പോഴേ പച്ചച്ചക്കയുടെ സീസണാണല്ലോ. ഇതേ ഒരു പൊട്ട് ചക്ക ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പക്കോട ഉണ്ടാക്കാം. പക്കോട അല്ലെങ്കിൽ ബജ്ജിയ ഉണ്ടാക്കാം പച്ചച്ചക്ക വെച്ചിട്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കഷ്ണമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പുറത്തെ ആ പച്ച കളറുള്ള തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി കൊണ്ടുവരാമേ. ഇത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചു. ഇനി ഈ നടുക്കത്തെ ഈ പൂഞ്ഞ് കുറച്ചൊന്ന് ചെത്തിക്കളയാമേ. മുഴുവനൊന്നും ചെത്തണ്ട, കുറച്ചൊന്ന് ചെത്തിക്കളയാം. അത് കഴിഞ്ഞ് ഈ കരിഞ്ചൊല്ലി ഇഷ്ടംപോലെ ചക്കയുണ്ട്. അപ്പോൾ ഓർക്കുന്ന ഒന്ന് ഇതുണ്ടാക്കാം. തൊലി കളഞ്ഞ് ചക്ക ചെറിയ കഷ്ണമായിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് അരിഞ്ഞിടാം. ഇതിൻ്റെ ചക്കക്കുരു ഒക്കെ ആണെങ്കിൽ പൊട്ടാണ്, അതുകൊണ്ട് മുഴുവനോടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചക്കക്കുരുവിൻ്റെ കരിമ്പാടയൊന്നും കളയണ്ട. ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞ് വെള്ളത്തിലോട്ടിട്ടെ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ചക്കയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിലോട്ടിട്ടു. ഇതിനെയും കഴുകി തോർത്തിയിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരുപാട് വെന്ത് പോവരുത്, ഒന്ന് ആവി കയറി ഒന്ന് വെന്ത് വന്നാൽ മതി. കയ്യിലെല്ലാം ചക്കയരക്കായേ, ചക്കയുടെ കറയാണ് ചക്കയരക്കെന്ന് ഞങ്ങളിവിടെ പറയുന്നത്. ഇത് പോകാനായിട്ട് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് കൈയും കൂടി ഇങ്ങനെ തൂത്ത് ഒരു തുണിയിലോട്ട് തൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലെ ഈ കറയെല്ലാം പോയി കിട്ടും. ഇതൊന്ന് കഴുകി വേവാനായിട്ട് നമുക്ക് അടുപ്പത്തോട്ട് നമ്മൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വെച്ചു. ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ആവി കയറട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോഴേ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചക്ക എന്തായെന്ന് നോക്കാമേ. പപ്പട കമ്പി കൊണ്ട് കുത്തിയിട്ട് ഒന്ന് വെന്തു മതി. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചക്ക വേവിച്ച് വെച്ചത് ചൂടൊക്കെ ആറി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. നമ്മുടെ വേവിച്ച് വെച്ച ചക്ക ക്രഷ് ചെയ്തെടുത്തു. ഞാനിത് ചോപ്പറിലാണ് ക്രഷ് ചെയ്തെടുത്തത്. കാരണം മിക്സിയിലാകുമ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും തയ്യാറാക്കേണ്ടത് കൊണ്ട് ഞാൻ ചോപ്പർ ഉപയോഗിച്ചു. ചോപ്പറുള്ളവർക്ക് ചോപ്പർ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. കടലപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. കുറച്ച് കടലപ്പൊടിയുടെ അത്രയൊന്നും വേണ്ട, ഒരു ചെറിയ തവി ഇട്ട് കൊടുത്തു. പിന്നീട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില, സവാള, പിന്നീട് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. മുളക് പൊടി അധികം വേണ്ട, ഒരുപാടായി കഴിഞ്ഞാൽ ചുമന്നിരിക്കും. ഒരു ചെറിയ കളറിന്. പിന്നീട് മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടണ്ട, ആവശ്യത്തിന് കുറച്ച്. സ്വല്പം മല്ലിപ്പൊടി. ഇനി വേണ്ടത് സ്വല്പം കായപ്പൊടിയാണ്. ഒരുപാട് വേണ്ട. ചക്കയല്ലേ, അപ്പം ഗ്യാസിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാനായിട്ട് കായപ്പൊടി. പിന്നീട് നമുക്ക് വേണ്ടത് ആംചൂർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ആംചൂറെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമാങ്ങ നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുകയാണ്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ്. അത് ഒരു ചെറിയ 1/4 സ്പൂണോളം. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് തയ്യാറായി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു.
ഫുള്ളിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് ഇളക്കി വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കട്ടെ. നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചക്കയിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറേശ്ശെ നമുക്ക് സ്പൂണ് വെച്ചിട്ട് വറുത്തെടുക്കാം. ഈ പരുവത്തിലായിരിക്കണേ. ഒരുപാട് ലൂസ് ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഒരു പരുവത്തിൽ ഇതാ പരുവം. ഈ പരുവത്തിൽ തയ്യാറാക്കി നമുക്കിനി എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തിങ്ങെടുക്കാം. നമ്മുടെ ചക്ക കൊണ്ടുണ്ടാക്കിയ ബജിയ അല്ലെങ്കിൽ പക്കോട തയ്യാറായി. നമുക്കിതിങ്ങ് വാങ്ങിയെടുക്കാമേ. നമ്മുടെ പച്ചച്ചക്ക കൊണ്ടുണ്ടാക്കിയ പക്കോട തയ്യാറായി. സോസ് കൂട്ടിയാണ് ഇത് കഴിക്കേണ്ടത്. ഞാനിത് മോക്ക് കൊടുത്തിട്ട് അവളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ പറയാമേ. ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ ഇതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു സൂപ്പറാണേ, സൂപ്പർ. ചക്കയാണെന്ന് ആരും പറയത്തില്ല. അത്രയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഈ ചക്കയുടെ സീസണിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാവരുടെയും വീട്ടിൽ ചക്ക കാണുമല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ ചക്കപ്പുഴുക്കും ചക്കപ്പഴവും ചക്കയുടെയൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കി എല്ലാവരും കഴിക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം.